ചങ്ങായിമാരെ, നമുക്ക് നേരെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഗ്യാങ്ജയുടെ കണ്ണിലേക്ക് നോക്കി, നിനക്കെന്താടാ ധൈര്യമില്ലേ? ഇപ്പോഴും നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണല്ലേ നിന്റെ പേടി? ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൈയഴിച്ചു വിടറാ എന്ന് യൂൻ പറയുന്നു. നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഭയം കാണുന്നില്ല, അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നും പറഞ്ഞ് ഗ്യാങ്ജെ അവന്റെ കത്തിയെടുത്ത് യൂനിന്റെ തുടയിലേക്ക് കുത്തിയിറക്കുന്നു. ഇപ്പൊ നിന്റെ കണ്ണിലുള്ള ഈ വികാരം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേസമയം നർക്കോട്ടിക് ഓഫീസിൽ പിൽഡോയെയും യൂനിനെയും അവർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവര് മാംഗോയുടെ പിന്നാലെ പോയതാണെന്ന് അവർക്കറിയാലോ. പെട്ടെന്ന് അവരുമായിട്ടുള്ള ആ കണക്ഷൻ ഇല്ലാതാവുന്നു. കാരണം അവരുടെ മൊബൈൽ അപ്പുറം തല്ലിപ്പൊളിച്ചിട്ടാണല്ലോ ഉള്ളത്. പിൽഡോയുടെ ഫോണ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നും ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും ഒരു ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റനോട് പറയുന്നു. അതിനുശേഷം ചോയ് മുജിനെയാണ് കാണിക്കുന്നത്. ഗ്യാങ്ജയുടെ ഫ്രണ്ടിന്റെ കീശയിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്ന കേട്ടപ്പോൾ മുജിൻ ആ ഫോൺ എടുക്കുന്നു. അത് വേറെ ആരുമല്ല, ഗ്യാങ്ജെ ആയിരുന്നു. ചോയ് മുജിൻ ഫോൺ എടുത്ത് ഹലോ പറഞ്ഞപ്പോൾ മറുവശത്തു നിന്ന് ഗ്യാങ്ജെ പറയും, ഓ നീ അവനെ പൊക്കിയല്ലേ ചോയ് മുജിൻ, ഇനി നമ്മളൊന്ന് കാണണ്ടേ? അപ്പോൾ ചോയ് മുജിൻ പറയും, നീ എവിടെയാണുള്ളതെന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. ഓ അതിനെന്താ, ഞാൻ ലൊക്കേഷൻ പറയാലോ. അതുമാത്രമല്ല, നീ വരുന്നതിന് മുന്നോടിയായിട്ട് നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ, അതെന്താണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഹെയ്ജിന്റെ ഫോട്ടോ എടുത്ത് ഗ്യാങ്ജെ ചോയ് മുജിന് അയച്ചു കൊടുക്കുന്നു. ഡിറ്റക്റ്റീവ് ഓ ഹെയ്ജിൻ, നീ വാ, നിനക്ക് വേണ്ടി ഇവിടെ ഗിഫ്റ്റ് തയ്യാറായിരിക്കും എന്നും പറഞ്ഞ് ലൊക്കേഷൻ പറഞ്ഞ് ആ ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ യൂൻ ഗ്യാങ്ജെയോട് പറയും, ഡിറ്റക്റ്റീവ് പിൽഡോയെ വെറുതെ വിട്ടേക്ക്, അയാളും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. അപ്പോ ഗ്യാങ്ജെ പറയും, അവനോടെ കിടക്കട്ടെ, ഇന്ന് രാത്രി മുഴുവൻ ഞാൻ നിന്നോടൊപ്പം കളിക്കാം, അപ്പൊ അറിയാലോ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് എന്ന് ഗ്യാങ്ജെ യൂനിനോട് പറയുന്നു. ഉടനെ തന്നെ നമ്മുടെ പിൽഡോ പാതി ബോധത്തിൽ ഗ്യാങ്ജയെ ചവിട്ടിത്തെറിപ്പിക്കുന്നു. അതോടെ ഗ്യാങ്ജയുടെ ഗുണ്ടകൾ വീണ്ടും പിൽഡോയെ തല്ലി ബോധം കെടുത്തുന്നു. അതിനുശേഷം ഗ്യാങ്ജെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറയും, എനിക്ക് നിന്നെ ആ ചോയ് മുജിന്റെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലണം എന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ അതിനിപ്പോ സമയമില്ല, അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് നിന്റെ ശവശരീരം അവന് ഗിഫ്റ്റായി നൽകിയേക്കാം. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ എന്ന് ഗ്യാങ്ജെ യൂനിനോട് ചോദിക്കുന്നു. എന്ത് തന്നെയായാലും നിന്നെ ഞാൻ തന്നെ കൊല്ലുമെടാ എന്ന് യൂൻ ഗ്യാങ്ജെയോട് പറയുന്നു. അത് കേട്ട് ഒരു ഭ്രാന്തനെ പോലെ ഗ്യാങ്ജെ പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അവന്റെ ഗുണ്ടാ സംഘത്തോട് രണ്ടിനെയും തീർക്കാനുള്ള പണി നോക്ക് എന്ന് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ചോയ് മുജിനെ കാണിക്കുന്നു. അവൻ ഗ്യാങ്ജെയുടെ സ്ഥലത്തേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നടന്ന അടിയിലെ ചോയ് മുജിനും നന്നായി പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ ഒരു ടയേർഡ്നെസ് ചോയ് മുജിനുണ്ട്. അയാൾ വളരെ ടയേർഡായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. വീണ്ടും യൂനിനെയും ഗ്യാങ്ജെയും കാണിക്കുന്നു. യൂനിനെയും പിൽഡോയെയും ഒരു പഴയ വാഹനത്തിനുള്ളിലേക്ക് കയറ്റി അതിനുള്ളിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ശേഷം അവന്റെ കൂട്ടാളികളോട് ആ കാറ് ക്രാഷ് ചെയ്യാൻ പറഞ്ഞിട്ട് ഗ്യാങ്ജെ അവിടെ നിന്ന് കാറും എടുത്തു പോകുന്നു. യൂനും പിൽഡോയും അതിനുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും ആ കാറിനോടൊപ്പം ചതഞ്ഞരയുമെന്നുള്ള ഒരവസ്ഥയായപ്പോഴേക്കും നമ്മുടെ പിൽഡോ വളരെയധികം കഷ്ടപ്പെട്ട് ഹേജിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഭാഗം ചവിട്ടി പൊട്ടിക്കുന്നു. എന്നിട്ട് ഹേജിനോട് പുറത്തേക്കിറങ്ങാൻ പറയുന്നു. അവൾ ആദ്യമൊന്നും അതിന് തയ്യാറാകുന്നില്ല. അവൾ പിൽഡോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ യാതൊരു വഴിയുമില്ലാതായപ്പോൾ പിൽഡോ ഒരുപാട് നിർബന്ധിച്ചപ്പോഴേക്കും അവള് അതിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ അവളെ കൊണ്ടും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചോയ് മുജിൻ കാറോടിച്ച് അങ്ങോട്ടേക്ക് വന്ന് ആ മെഷീൻ ഇടിച്ചിടുന്നു. അതിന്റെ ആ ഒരു ഫോഴ്സിൽ യൂൻ ആ കാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് വീഴുന്നു. അപ്പോഴേക്കും ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ട് ചോയ് മുജിൻ അവിടെ നിന്നും പോകുന്നു. ഹേജിൻ അയാളെ നന്ദിയോടെ നോക്കുന്നു. പെട്ടെന്ന് വീണ്ടും ആ മെഷീൻ സ്റ്റാർട്ടായി. ആ കാറ് അത് ഞെരിച്ച് പൊട്ടിക്കാൻ നോക്കിയാണ്. പിൽഡോ അതിനുള്ളിൽ കിടന്ന് നിലവിളിക്കുന്നു. അവനും കയ്യിലെ കുരുക്ക് കലിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. ഒടുവിൽ ഹേജിൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മെഷീന്റെ വയറ് വലിച്ച് പൊട്ടിക്കുന്നു. അതോടെ ആ മെഷീൻ നിൽക്കുന്നു. അപ്പോഴേക്കും പോലീസുകാരെല്ലാം അവിടെ എത്തി ഇവരെ രണ്ടുപേരെയും പുറത്തെത്തിച്ച് രക്ഷപ്പെടുത്തുന്നു. പിൽഡോ പുറത്തെത്തിയ ഉടനെ ഹേജിനോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് യൂൻ പറഞ്ഞതും ബോധം കെട്ട് വീണതും ഒരുമിച്ചായിരുന്നു. മറുവശത്ത് നമ്മുടെ ചോയ് മുജിന് മുറിവൊക്കെ മരുന്ന് വെച്ച് കെട്ടുന്നു. അപ്പോൾ തേജു മുജിനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഒറ്റക്ക് പോയത്? ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഗ്യാങ്ജെ യൂനിനെ കൊല്ലുമായിരുന്നു. യൂനിന് വേണ്ടി മാത്രമോ? നിങ്ങൾ മരണത്തിൽ നിന്ന് തലനാരയിലേക്ക് രക്ഷപ്പെട്ടതാണ് എന്ന് തേജു ഒരൽപ്പം ദേഷ്യത്തോടെ മുജിനോട് പറയുന്നു. അപ്പോൾ മുജിൻ പറയും, അന്ന് ക്യാപ്റ്റനും സംഘവും നമ്മളെ വളഞ്ഞപ്പോൾ അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുമെന്ന് പോലും നോക്കാതെ അവളാണ് ഗൺ ഷോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്. തേജു, നിന്നെ എനിക്ക് വിശ്വസിക്കാമോ എന്ന് ഒരൽപ്പം വിഷമത്തോടെ ചോയ് മുജിൻ തേജുവിനോട് ചോദിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് യൂനിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻ വന്നിട്ട് യൂനിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. ആ സമയത്ത് പിൽഡോ പറയും,
എത്രയും പെട്ടെന്ന് ആ ഗാങ്ജയെ നമുക്ക് കണ്ടെത്തണം. നീ ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്ക് എന്ന് ക്യാപ്റ്റൻ പിൽഡോയോട് പറയുന്നു. എന്നിട്ട് മറ്റുള്ളവരോട് പറയും, ഗാങ്ജയെ പോലുള്ളവനെ നമുക്ക് എപ്പോ വേണമെങ്കിലും പിടിക്കാം, പക്ഷെ നമ്മുടെ ലക്ഷ്യം ചോയ്മുജിനാണ്, അതായിരിക്കണം നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് കേട്ടതും പിൽഡോയ്ക്ക് ദേഷ്യം വരുന്നു. ആ ഗാങ്ജെ എന്റെ പാർട്ണറെ കുത്തിയിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്, അവനെ പിടിച്ചേ പറ്റൂ എന്ന് പിൽഡോ ക്യാപ്റ്റനോട് കയർക്കുന്നു. പിൽഡോ എന്ന് ക്യാപ്റ്റൻ അവനോട് ദേഷ്യപ്പെടുന്നു. ഉടനെ തന്നെ പിൽഡോ പറയും, ഞാൻ ഹേജിനെ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് അവൻ ക്യാപ്റ്റനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. അവൻ നേരെ പോയത് ഹേജിന്റെ മുറിയിലേക്കാണ്. അവൾ തളർന്നു കിടന്നുറങ്ങുന്നത് വിഷമത്തോടെ പിൽഡോ നോക്കി നിൽക്കുന്നു. ശേഷം പിൽഡോയും സംഘവും ഗാങ്ജയ്ക്കും അവന്റെ കൂട്ടുകാരനും വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഗാങ്ജയുടെ കൂട്ടുകാരനെ മുജിൻ കൊന്നു എന്നാണ് പറഞ്ഞത്. അവൻ മരിച്ചിട്ടില്ല കേട്ടോ. അവനെ ഇപ്പോൾ നമ്മുടെ തേജു കാലിൽ ചങ്ങല കെട്ടി തലകീഴായി കെട്ടി തൂക്കിയിരിക്കുകയാണ്. ഗാങ്ജെ എവിടെയാണെന്ന് ചോദ്യം ചെയ്യുകയാണ് തേജു. ഒരു വശത്ത് ചോയ്മുജിന്റെ സംഘവും മറ്റൊരു വശത്ത് പിൽഡോയും സംഘവും ഗാങ്ജയ്ക്ക് വേണ്ടിയിട്ട് തകൃതിയായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കാർക്കും ഗാങ്ജെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം ചോയ്മുജിനോട് തേജു പറയും, സർ, ഗാങ്ജെ എവിടെയാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. തുടർന്ന് ചോയ്മുജിൻ അവനോട് ചോദിക്കും, നീ ഭക്ഷണം വല്ലതും കഴിച്ചോ തേജു? ഇല്ല സർ, ഇതുവരെ കഴിച്ചിട്ടില്ല. വാ, നമുക്ക് പോയിട്ട് കഴിക്കാം. നമ്മൾ അവിടെ ഇടക്കിടക്ക് പോകാറുണ്ടായിരുന്നതല്ലേ, അങ്ങോട്ടേക്ക് പോവാം. ആ ഹോട്ടൽ ഓണറുടെ മകളെ നീ പ്രേമിക്കുന്നുണ്ടല്ലേ? ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. അതായത് അവള് സമ്മതിച്ചില്ല എന്നർത്ഥം. എനിക്കറിയാം നീ ശ്രമിക്കുന്നുണ്ടെന്ന്. വാ, അങ്ങോട്ടേക്ക് പോവാം എന്നും പറഞ്ഞ് തേജുവിനെയും കൂട്ടി ചോയ്മുജിൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഇതേ സമയം ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്ന യൂൻ അവളുടെ അച്ഛന്റെ കാര്യങ്ങൾ ഓർത്ത് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. അവളുടെ സമീപത്ത് തന്നെ പിൽഡോ ഉണ്ടായിരുന്നു. അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. ശേഷം പിൽഡോ അവളോട് അവന്റെ കഥ പറയുന്നു. ഞാനും നിന്നെ പോലെ പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ്. എനിക്ക് ഒരു കുഞ്ഞനുജത്തി ഉണ്ടായിരുന്നു. അവൾക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു പാർട്ടിക്കിടയിൽ അവളുടെ ബിയറിൽ ഏതോ ഒരു ഡ്രഗ് കലക്കി ഡ്രഗ് ഓവർഡോസായി അവൾ സ്പോട്ടിൽ തന്നെ മരിച്ചു. അപ്പോ യൂൻ ചോദിക്കും, അവനെ പോലീസുകാർ കണ്ടുപിടിച്ചോ? ഇല്ല, അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അവനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞതാണ്, പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഡ്രഗ് ഡീലേഴ്സിനെയും ഡ്രഗ് സെല്ലേഴ്സിനെയും ഒക്കെ ഇപ്പോ പിന്തുടരുന്നത്. ഒരുപക്ഷെ എനിക്ക് എല്ലാവരെയും പിടിക്കാൻ സാധിച്ചാൽ അതിലൊരാൾ അവനായിരിക്കും. നിനക്ക് ആരെയാണ് കണ്ടെത്തേണ്ടതെന്ന് എനിക്കറിയില്ല, അത് ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എന്ത് സഹായവും ഞാൻ ചെയ്യാം എന്ന് പിൽഡോ യൂനിനോട് പറയുന്നു. ശേഷം യൂനിനെ ഡിസ്ചാർജ് ചെയ്ത് അവളെയും കൂട്ടി പിൽഡോ അവന്റെ കാറിൽ പോവുകയാണ്. അവളെയും കൊണ്ട് പിൽഡോ നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അവരുടെ സഹപ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയായിരുന്നു. ആ സമയത്ത് തേജു പുറത്ത് ഇത് കാണുന്നു. അവൻ അവരെല്ലാവരും ചേർന്നിരിക്കുന്ന ഫോട്ടോ എടുത്ത് ചോയ്മുജിന് അയച്ചു കൊടുക്കുന്നു. ഇതേ സമയം ചോയ്മുജൻ തന്റെ സെക്രട്ടറിയോട് യൂനിനെ പുറം രാജ്യത്തേക്ക് അയക്കണമെന്നും ഒരു ബീച്ചിന് സൈഡിലുള്ള വീട് കണ്ടെത്തി അവൾക്ക് താമസമൊരുക്കണമെന്നും പറയുന്നു. സെക്രട്ടറി അങ്ങനെ ചെയ്യാമെന്നും പറയുന്നു. ശേഷം അന്ന് രാത്രി ചോയ്മുജിൻ യൂനിനെ ഫോൺ ചെയ്യുന്നു. ഉടനെ തന്നെ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകണമെന്നും അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്തിട്ടുണ്ടെന്നും ചോയ്മുജിൻ അവളെ അറിയിക്കുന്നു. ഇല്ല സർ, എനിക്കിപ്പോ പോകാൻ സാധിക്കില്ല, എനിക്ക് അയാളെ കണ്ടെത്തണം. യൂൻ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇപ്പോ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഗാങ്ജെ അറസ്റ്റ് ആകുന്നത് വരെ നീ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോണം, അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞ് യൂൻ ഫോൺ കട്ട് ചെയ്യുന്നു. പാവൻ ചോയ് ആകെ വിഷമിച്ചുപോയി. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ക്യാപ്റ്റൻ ഒരു പോലീസുകാരനോട് ഹേജിന്റെ നമ്പറിലേക്കുള്ള എല്ലാ കോളുകളും ടാപ്പ് ചെയ്യണമെന്ന് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ യൂനിനെയാണ് കാണിക്കുന്നത്. ഡിസ്ചാർജ് ആയ അടുത്ത ദിവസം തന്നെ അവൾ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നു. അത് കണ്ട് ബാക്കിയുള്ള പോലീസുകാരെല്ലാം, എനിക്ക് കുറച്ചു ദിവസം കൂടി റെസ്റ്റ് എടുത്തൂടെ, എന്തിനാ ഇത്ര പെട്ടെന്ന് ജോലിക്ക് കയറിയത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ആ സമയത്ത് ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വരുന്നു. യൂനിനെ കണ്ട് നീ ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്തോ എന്ന് ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ എന്ന് അവൾ മറുപടി പറയുന്നു. ആ സമയത്താണ് ഒരു വ്യക്തി അങ്ങോട്ടേക്ക് വന്നത്. അയാളെ കണ്ട് യൂൻ ഞെട്ടിത്തരിച്ചുപോയി. അത് വേറെ ആരുമല്ല, നമ്മുടെ യൂനിനെ ഫോളോ ചെയ്യുന്ന ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നില്ലേ അവളുടെ അച്ഛന് വേണ്ടിയിട്ട്, അയാളായിരുന്നു. താൻ ഹെയ്ജിനല്ല എന്നും യൂനാണെന്നും ഇപ്പോൾ എല്ലാവരും അറിയുമെന്ന് പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് നമ്മുടെ യൂനിനെ കണ്ടതും അയാളും ആദ്യമൊന്ന് അന്തം വിട്ടു. പക്ഷെ അവളുടെ ID കാർഡിൽ ഹെയ്ജിൻ എന്ന പേര് കണ്ടപ്പോ അയാൾക്കും എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. ഹായ്, കുറെ കാലമായല്ലോ നമ്മൾ കണ്ടിട്ട് എന്ന് അയാൾ യൂനിനോട് ചോദിക്കുന്നു. അപ്പോ ക്യാപ്റ്റൻ ചോദിക്കും, നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ? തീർച്ചയായും പരിചയമുണ്ട്. പുള്ളിക്കാരി വയലന്റ് ക്രൈംസിലായിരുന്ന സമയത്ത് നമ്മൾ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. അയാൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ യൂനും അന്തം വിട്ടുപോയി. എന്താ സംഭവം എന്ന് അവൾക്ക് ഒരു പിടിയുമില്ല. ആ പോലീസുകാരൻ യൂനിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് ക്യാപ്റ്റന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നു. ആ പോലീസുകാരൻ ക്യാപ്റ്റനുമായി സംസാരിക്കുന്നത് പേടിച്ചാണ് യൂൻ നോക്കി നിൽക്കുന്നത്. ആ സീൻ കട്ട് ചെയ്ത് ചോയ്മുജിനെ കാണിക്കുന്നു. സെക്രട്ടറിയോടൊപ്പം ബീച്ചിലുള്ള വീടുകൾ നോക്കുകയാണ് അയാൾ. ആ സമയത്ത് തേജു അങ്ങോട്ടേക്ക് വന്ന് ആ പോലീസുകാരൻ യൂനിനെ കണ്ട കാര്യം പറയുന്നു. ചോയ് എന്തോ ആലോചിച്ചിരിക്കുന്നു. ശേഷം വീണ്ടും ആ പോലീസുകാരനെ തന്നെ കാണിക്കുന്നു. ക്യാപ്റ്റനോട് സംസാരിച്ച ശേഷം അയാൾ ഓഫീസിന് വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ മറ്റാരും കാണാതെ യൂൻ അയാളെ പോയി കാണുന്നു. എന്തുകൊണ്ടാണ് തന്റെ ഐഡന്റിറ്റി
പറ്റി പുറത്ത് പറയാതിരുന്നത് എന്ന് യൂൻ അയാളോട് ചോദിക്കുന്നു. നിന്റെ ID കാർഡ് കണ്ടപ്പോൾ എന്തോ വലിയൊരു കാര്യം പിന്നിൽ നടക്കുന്നുണ്ടെന്ന് തോന്നി. നീ ഇപ്പോഴും നിന്റെ അച്ഛന്റെ കൊലയാളിയെ തേടി നടക്കുകയാണോ? എന്നാ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. 5 വർഷം മുമ്പ് നിന്റെ അച്ഛന്റെ കേസ് അവസാനിപ്പിച്ചത് ക്യാപ്റ്റൻ ചാജിഹോ ആണ്. അന്നത്തെ ആ തോക്ക് ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയെന്ന് അയാൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു. അയാളെക്കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കുക എന്ന് ആ പോലീസുകാരൻ പറയുന്നു. എന്നെപ്പറ്റി നിങ്ങൾ ആരോടും ഒന്നും പറയരുത് എന്ന് യൂൻ അയാളോട് പറയുന്നു. നിന്നെപ്പറ്റി എല്ലാവരോടും പറഞ്ഞു നടന്നിട്ട് എനിക്കെന്ത് കിട്ടാനാണ് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ചോയ് മുജിൻ ആ പോലീസുകാരനെ ചെന്ന് കാണുന്നു. യൂനിനെ പറ്റി ആരോടും പറയരുതെന്ന് ചോയ് അയാളോട് പറയുന്നു. അപ്പോൾ ആ പോലീസുകാരൻ ചോയ് മുജിനോട് ഡ്രഗ്സും പണവും ആവശ്യപ്പെടുന്നു. മുജിന്റെ കൂട്ടാളിയാവട്ടെ അയാളുടെ കഴുത്തിലേക്ക് കമ്പി മുറുക്കി അയാളെ കൊന്ന് കടലിൽ തള്ളുന്നു. ആ സീൻ കട്ട് ചെയ്ത് യൂനിനെ കാണിക്കുന്നു. അവൾ വീണ്ടും മാംഗോയുടെ പബ്ബിലേക്ക് പോവുകയാണ്. ഗാങ്ജെ എവിടെയെന്ന് മാംഗോയോട് യൂൻ ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് മാംഗോ യൂനിനോട് ചൂടാവുന്നു. ചോയിയുടെ ജിം ആക്രമിച്ചപ്പോൾ ഗാങ്ജെയുടെ കൂടെ നീയും ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ചോയിയോട് പറയാൻ പോവുകയാണ്. പിന്നെ പുള്ളി നിന്നെ ബാക്കി വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് യൂൻ അവനെ പേടിപ്പിച്ചപ്പോൾ ഗാങ്ജയെ പറ്റിയുള്ള വിവരങ്ങൾ അയാൾ യൂനിനോട് പറയുന്നു. യൂൻ ഉടനെ തന്നെ ഇക്കാര്യം ചോയിയെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. അതേസമയം ഗാങ്ജെ ക്യാപ്റ്റനെ വിളിച്ച് ചോയിയെ പിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കണം എന്ന് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ചോയിയെയും തേജുവിനെയുമാണ് കാണിക്കുന്നത്. ചോയ് ഒരു കത്തിയുമെടുത്ത് ഗാങ്ജയെ പിടിക്കാൻ പുറപ്പെടുകയാണ്. ആരാണ് വിവരം തന്നത്? യൂനാണെന്ന് ചോയ് മറുപടി പറയുന്നു. ഒരുപക്ഷെ അത് പോലീസിന്റെ ട്രാപ്പായിരിക്കും, സൂക്ഷിക്കണം എന്ന് തേജു ചോയ് മുജിനോട് പറയുന്നു. എനിക്ക് യൂനിനെ വിശ്വാസമാണെന്നും പറഞ്ഞ് ചോയ് അവിടെ നിന്നും പുറപ്പെടാനൊരുങ്ങുന്നു. ഉടനെ തേജുവും കൂടെ പോവാൻ നോക്കിയപ്പോൾ ചോയ് പറയും, നീ വരണ്ട, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓർഗനൈസേഷൻ നോക്കി നടത്താൻ ഒരാൾ വേണം, അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞ് ചോയ് അവിടെ നിന്നും പുറപ്പെടുന്നു. അങ്ങനെ ഗാങ്ജെ പ്ലാൻ ചെയ്തതുപോലെ ഷിപ്പ്യാർഡിലേക്ക് എത്തുന്നു. ക്യാപ്റ്റനും സംഘവും അവിടെ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ചോയ് മുജിനും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നു. കാര്യം മനസ്സിലാക്കിയ ഹേജിൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചോയിയും കൂട്ടരും കാറിൽ നിന്നിറങ്ങി ഗാങ്ജയെ വെല്ലുവിളിക്കുന്നു. തുടർന്ന് ഗാങ്ജയുടെ ഗ്യാങ്ങും മുജിന്റെ ഗ്യാങ്ങും തമ്മിൽ പൊരിഞ്ഞാട്ടി നടക്കുന്നു. പരസ്പരം ഓരോരുത്തരെയും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. മുജിനും ഗാങ്ജയും നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ തുടങ്ങി. പിൽഡോ പലതവണ ചോദിച്ചിട്ടും അവരെ അറസ്റ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ അനുവാദം കൊടുത്തതേയില്ല. മുജിന്റെ അടിവാങ്ങിയ ഗാങ്ജെ പേടിച്ചോടാൻ തുടങ്ങി. പിന്നാലെ മുജിനും. അവർ ആ ഗ്യാങ്ങിൽ നിന്നും കുറച്ച് ദൂരേക്ക് എത്തിയപ്പോഴേക്കും ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ പറയുന്നു. ശേഷം ഗാങ്ജയെയും മുജിനെയും പിന്തുടർന്നുകൊണ്ട് ക്യാപ്റ്റൻ അവരുടെ പിന്നാലെ പോകുന്നു. ചോയ് മുജിനും ഗാങ്ജയും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ യൂനും ആ ലൊക്കേഷനിലേക്ക് എത്തുന്നു. അവൾ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഗാങ്ജയെ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ അവൾക്ക് എയിം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും അവിടെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന്. ക്യാപ്റ്റനും താഴെ നിന്ന് ഇവർ തല്ലുകൂടുന്നത് നോക്കി നിൽക്കുകയാണ്. ആരെങ്കിലും ഒരാൾ വീഴുമ്പോൾ മറ്റേയാളെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗാങ്ജയും ചോയ് മുജിനും നല്ല കിണ്ണം കാച്ചിയ അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാങ്ജയ്ക്ക് ചോയ് മുജിന്റെ വക നല്ലോണം കിട്ടുന്നുണ്ട്. അവൻ പരമാവധി തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഒടുവിൽ ചോയ് മുജിൻ അവനെ കത്തിയെടുത്ത് കുത്തി താഴെയിടുന്നു. ഗാങ്ജയുടെ കത്തി താഴേക്ക് വീണുപോവുകയും ചെയ്യുന്നു. അതോടെ താൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ ചോയ് മുജിൻ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഗാങ്ജെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് ചോയ് മുജിന്റെ പള്ളക്ക് കുത്തി 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 കീറുന്നു. രണ്ട് പേരും പരസ്പരം കല്ലി പിടിച്ച് കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനിടയിലേക്ക് യൂനും എത്തിച്ചേരുന്നു. കയ്യിൽ ഗണ്ണും പിടിച്ച് ഗാങ്ജയുടെ നേരെ ചൂണ്ടി അവൾ കത്തി താഴെയിടാൻ അലറുന്നു. എന്നിട്ട് ചോയ് മുജിനോട് അവിടെ നിന്നും പോവാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ചോയ് മുജിൻ അവിടെ നിന്നും പോകുന്നു. ആ സമയത്ത് ഗാങ്ജെ യൂനിനോട് പറയും, നീയല്ലേ പറഞ്ഞത് എന്നെ കൊല്ലുമെന്ന്, വാ വന്ന് കൊല്ല്, ഷൂട്ട് മീ. അപ്പോഴേക്കും നമ്മുടെ പിൽഡോയും അവർക്ക് എതിർവശത്ത് വന്നു നിൽക്കുന്നു. അപ്പോൾ ഗാങ്ജെ യൂനിനോട് ചോദിക്കും, നീ ചോയ് മുജിന്റെ ആളാണെന്നറിഞ്ഞ അവൻ നിന്നെ വെറുതെ വിടുമോ, അതോ നിന്റെ പഴയ ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ തന്നെ നിന്നോടൊപ്പം ഉണ്ടാവുമോ? ഇതേ സമയം നമ്മുടെ ക്യാപ്റ്റൻ ചോയ് മുജിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന് നേരെ തോക്ക് ചൂണ്ടി അയാൾ അവിടെ നിൽക്കാൻ അലറുന്നു. അപ്പോഴേക്കും തേജു കാറും കൊണ്ടുവന്ന് ചോയ് മുജിനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ഞാനതങ്ങ് പറഞ്ഞേക്കട്ടെ എന്നും പറഞ്ഞ് ഗാങ്ജെ പിൽഡോയെ നോക്കി, ഞാൻ കീഴടങ്ങുന്നു, പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഓ ഹെയ്ജീൻ എന്നും പറഞ്ഞ് ബാക്കി പറയാൻ നോക്കുമ്പോഴേക്കും ഹെയ്ജീൻ അവളുടെ ഗണ്ണെടുത്ത് ഗാങ്ജയെ ചറപ്പറ വെട്ടിവെച്ച് കൊല്ലുന്നു. ഗാങ്ജെ ആ പാലത്തിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നു. ഗാങ്ജയെ വെടിവെച്ചു വന്ന യൂനിന്റെ തോക്ക് പിൽഡോ വന്ന് വാങ്ങുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ തന്നെ വന്നേക്കാം. ഒരുപാട് ഡിലേ ആവുന്നുണ്ടെന്ന് അറിയാം, ജോലി തിരക്കുകൾ കാരണമാണ്. പരമാവധി വേഗത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി.